അപ്പം നമ്മൾ കരുവാരക്കുണ്ടിനുള്ള യാത്രയിലാണ്. അപ്പം പൊൻപാറയൊക്കെ കഴിഞ്ഞ് കയറ്റം കയറുകയാണ്. ഒടുക്കത്തെ കയറ്റം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കയറ്റം. നമ്മൾ വാഗമണ്ണിലൊക്കെ കണ്ട അതേ സെയിം കയറ്റം. പക്ഷെ കയറി മേടി വരുമ്പോൾ ഉള്ള കാഴ്ചയുണ്ടല്ലോ, അത് സമ്മതിക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ, അങ്ങറ്റത്തെ മലകളൊക്കെ കണ്ടല്ലോ. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ കാഴ്ചകളൊക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ. അതെത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ശരി. ഈ കയറ്റമൊക്കെ തള്ളിക്കയറ്റി ഇപ്പം പകുതി വഴിക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോഴിവിടുത്തെ അസ്തമയം എടുത്തില്ല, അത് മോശമായി അല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. എന്താ അവരൊക്കെ കയറി വരുന്ന കണ്ട. അപ്പോഴത്തെ ഞാനിപ്പോൾ ഇറങ്ങി വന്നതിൻ്റെ ഇരട്ടി താഴോട്ടുണ്ട്. അതൊക്കെ തള്ളിക്കയറ്റിയാണ് വന്നത്. എന്താ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു സീനാണ്. ഇവിടെ നല്ല കാഴ്ച അടിപൊളിയാണ്. മലയുടെ മുകൾ മൊത്തമായിട്ടില്ല, നിറയെ റബ്ബർ കൃഷിയാണ്. റബ്ബറും തെങ്ങും എല്ലാം ഉണ്ട്. അടിപൊളി ഒരു കാഴ്ച. അതിൻ്റെ മുകളിൽ കരിമ്പാറ കുന്നുകളാണ്. ഇവിടെയെല്ലാം പാറയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു കാഞ്ഞിരപ്പള്ളി മോഡലിലാണ് ഇവിടുത്തെ കൃഷികളെല്ലാം. കാഞ്ഞിരപ്പള്ളി, തീക്കോയി, ഈരാറ്റുപേട്ട ഏരിയയിലുള്ള കൃഷി രീതി സെയിമാണ്. അതായത് പാറയ്ക്കിട റബ്ബർ വെക്കുക, അതേ ഉള്ളൂ രക്ഷ. പിന്നെ താഴെയൊക്കെ വെള്ളം കിട്ടുന്നിടത്തെല്ലാം തെങ്ങ് വെക്കുക. കണ്ടോ, സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഇനി എനിക്കൊരു 4-5 കിലോമീറ്റർ കൂടെ തള്ളാനുണ്ട്. ആ സൈഡെല്ലാം പാലക്കാടിൻ്റെ എൻഡ് പോയിൻ്റാണിപ്പോൾ. ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ മലപ്പുറമായി, 10ാമത്തെ ജില്ല. കോട്ടയം. ആ അതെ, ഓക്കെ. ആ കരുവാരക്കുണ്ടില്ല, അല്ല ഞാൻ കരുവാരക്കുണ്ടിന് പോവാ. അപ്പത്തെ വണ്ടിയൊക്കെ കയറി പോകുന്ന കണ്ട. ഫസ്റ്റ് ഇട്ടിട്ട് കട്ടയം പടവും മടങ്ങി കയറുന്ന വണ്ടി കയറുന്ന ഏരിയയിലാണ് 50 കിലോ നമ്മുടെ യാത്രാ വെയിറ്റും വെച്ചിട്ട് സൈക്കിൾ തള്ളി കയറി പോകുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ കയറ്റമൊക്കെ കയറിയാണ് നമ്മൾ കരുവാരക്കുണ്ടിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിലമ്പൂർ. തള്ളൊന്നും ആയിട്ടില്ല മക്കളെ. ഇതുപോലെയുള്ള വളവുകളാണ്. അതായത് പകുതി ഭാഗം നല്ല സ്ലോപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഫുൾ ലോഡ് നമ്മുടെ ദേഹത്തോട്ട് വരും. ആണ് പറ്റുന്നത്. ഇത് ഗ്രാമപ്രദേശമായതുകൊണ്ട് ആൾക്കാർക്കെല്ലാം ഒരു അതിശയം, വഴിതെറ്റി കയറി വന്നതാണോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ. വഴിതെറ്റി കയറി വന്നതാണോ എന്നുള്ളൊരു ഫീലിങ്ങിലാണ് എല്ലാവരും നിൽക്കുന്നത്. സൈക്കിൾ ഇവിടെ വെച്ചിട്ടാണ് പോയത് കേട്ടോ. വേണ്ടിയിരിക്കുന്നു സ്റ്റാൻഡ് വളഞ്ഞു പോയതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് കിട്ടും. വെള്ളം കുടിച്ചില്ലേടി, മറിച്ചിടുന്നി. അവിടെ വെള്ളം കുടിച്ചിട്ടില്ല, പാത്രം എടുത്ത് മാറ്റാനുള്ള അറിയിപ്പിലാണ് നിൽക്കുന്നത്. വെള്ളം വേണം? വേണ്ട. ഇനി വെള്ളത്തിന് ഈ കരുവാരക്കുണ്ടിൽ ചെന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി. പിന്നെ വെള്ളച്ചാട്ടത്തിലോട്ട് എടുത്തിട്ട് അപ്പോൾ പോയി വെള്ളം കുടിച്ചോളുക. അല്ലാതെ വെള്ളം തരുന്ന പരിപാടിയില്ല നമുക്ക്. ഇപ്പോഴത്തെ കരുവാരക്കുണ്ട് പോകുന്ന റൂട്ടിലാണ്. സൂര്യനൊക്കെ അസ്തമിച്ചു. നമ്മൾ ഇവിടെ ഒരു വാഴത്തോപ്പ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു വാഴത്തോപ്പാണ്. വെള്ളത്തിൻ്റെ ഒരു പരിമിതി കാരണം വാഴയൊക്കെ ഒടിയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കുലച്ച് നിൽക്കുന്ന വാഴകളാണ്. വേനൽക്കാലം നേരത്തെ വന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കർഷകർക്ക് എല്ലാവർക്കും. പിന്നെ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റബ്ബർ തോട്ടങ്ങളാണ്. ഇങ്ങോട്ടെല്ലാം റബ്ബർ തോട്ടം, തെങ്ങുംതോപ്പ്, അത് തന്നെ കാഴ്ചകൾ. ഒരു മിനി കോട്ടയം തന്നെ. ഞാനിങ്ങോട്ട് കയറുമ്പം തന്നെ ഒരു കാഞ്ഞിരപ്പള്ളി ലുക്കിലുള്ള റോഡുകളാണ് കൂടുതലും കണ്ടത്. 2 സൈഡും റബ്ബർ തോട്ടമൊക്കെ ആയിട്ട്. അപ്പോഴത്തെ ഈ വഴിയാണ് ഞാൻ തള്ളി കയറ്റിക്കൊണ്ട് വന്നത്. ഇനി ഇവിടെ നിന്നൊരു 2 കയറ്റം കൂടെ തള്ളി കയറ്റാനുണ്ട്. അതിന് മുമ്പായിട്ടൊരു ഏത്തപ്പഴം തിന്നുവാണ്. ഏത്തപ്പഴം തിന്ന് ഒരാശ്വാസം പിടിച്ചതിന് ശേഷം പതിയെ ചവിട്ടാമെന്ന് വെച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ
ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ മിഴി എന്ന ഒരു കൂട്ടായ്മയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഇവിടെയുള്ള രജിതേട്ടൻ്റെ ഇടം എന്ന ഒരു വില്ലയല്ല, ഇത് ശരിക്കും ഒരു വീട് തന്നെയാണ്. ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് വിശദമായിട്ട് പറയാൻ എന്നെക്കൊണ്ടാവില്ല. രജിതേട്ടനെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, രജിതേട്ടൻ ഇപ്പോൾ ഒരു കർഷകനും ഒരു ഉദ്യോഗസ്ഥനും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുമാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിളിച്ച് ആ കാര്യങ്ങൾ സംസാരിക്കാം. അദ്ദേഹം ഇപ്പോൾ രാവിലെ തോട്ടത്തിലെ ജോലികളൊക്കെ ആയിട്ട് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നമുക്കൊന്ന് പോവാം. ഇവിടെ എന്നാ പരിപാടി? പച്ചക്കറി എന്ന് പറയുമ്പോഴത്തേനും നല്ല കടുപ്പമുള്ള സാധനം തന്നെയാണല്ലോ, മുളക് തന്നെയല്ലേ? അത് ശരി. ഇപ്പം ചൂട് കൂടിയത് കൊണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പോൾ രജിതേട്ടാ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിത രീതി? എന്തിനോട് ബന്ധപ്പെട്ടാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്? മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ജീവികളും പാർപ്പിടം, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട്. എന്താ പറയുക, ഒരു മനുഷ്യന് സാധാരണക്കാരനാണ് ഞാൻ. സാധാരണയായിട്ട് പക്ഷേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ഥലം കണ്ടല്ലോ, ഈ ഇടം. ഈ ഇടത്തിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ്? നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല ആശയങ്ങളുടെയും നിർവഹണത്തിനായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് ഇടം. അത് ശരി. അപ്പോൾ അതിൽ സോഷ്യൽ വർക്കുണ്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമുണ്ട്. അതെ. അതുപോലെ തന്നെ ആളുകൾക്ക് വന്ന് ഇവിടെ ഒന്ന് ഒരു കമ്മ്യൂണിറ്റി ഹാള് പോലെ എല്ലാവർക്കും വന്നൊന്ന് ഒത്തുചേരാനുള്ള ഒരു സെൻ്ററായിട്ട് ഇതിനെ ഉപകരിക്കുകയാണ്. അതെ. അപ്പോൾ രജിതേട്ടന് ഇപ്പോൾ സമയമുണ്ടോ? നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് കാണാൻ. ആയിക്കോട്ടെ. ശരി. എന്നാൽ നമുക്ക് ബക്കറ്റൊക്കെ എടുത്ത് അങ്ങ് നീങ്ങിയേക്കാം. ഇതെല്ലാം ശുഷ്കാണ്, കൃഷിയൊക്കെ എങ്ങനെ ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ദൗർലഭ്യമൊക്കെ ഉണ്ടോ? എന്നാലും നമ്മൾ നമ്മുടെ രീതികൾ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അതിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്ത് പോവുക. മറ്റേ പോളോക്കയിലോ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ തന്നെ കണ്ടുമുട്ടിയത് സൈക്കിളിലായതും ഞങ്ങൾ ആ കയറ്റത്തിലായതും അതിലുള്ള ഒരാള് നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. ഇതുപോലെ എല്ലാം യാദൃശ്ചികം. അപ്പൊ ഈ ഇടത്തിലോട്ട് വന്നപ്പോ ഈ മിഴി എന്നുള്ള അതെന്താണ്? അത് ഈ കെട്ടിടത്തിന്റെ ഹാളിനെ മാത്രം പറയുന്ന ഒരു പേര്. ഓ, അത് ശരി. ഇത് മൊത്തത്തിലുള്ള ഒരു ഇതിനെയാണ് ഇടം എന്ന് പറയുന്നത്. മിഴി നമ്മളൊരു ഹാളും പിന്നെ ഒരു ഹോം സ്റ്റേ പോലുള്ള റൂം, പിന്നെ വർക്ക് സ്പേസ് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് തന്നെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രയും കൂടെ ഉണ്ടാക്കല് കൂടുതൽ മുതൽ മുടക്കാം. അതായത് ഇന്റർനെറ്റ്, പ്രിന്റർ, സ്പേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ല. അപ്പോൾ ഈ ഇത്തരം ഒരു ഇടത്തിൽ വന്നിട്ട് അവർക്ക് ജോലി ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്ത് തന്നെ. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് ലാഭകരമാവുമല്ലോ. നമ്മൾ ചെറിയൊരു ഫീസ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇത് റൺ ചെയ്യാനുള്ള ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ വാങ്ങിക്കും. അത് ശരി. വലിയൊരു തുക വരാറില്ല. ഇല്ല. അപ്പോൾ ഇതിൽ ഈ നമ്മൾ ഇടത്തിൻ്റെ
അകത്തോട്ട് കയറി ഈ മിഴിയിലാണ് ഇപ്പം നിൽക്കുന്നത് അല്ലേ? ഇതാണ് മിഴി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ ഭാഗം ലൈറ്റിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. കാരണം ഇത് ഓപ്പൺ സ്പേസ് ആണ്. ഇത് കണ്ടോ, ഇവിടെ ഇരുന്ന് ആകാശവും കാണാം, ഭൂമിയും കാണാം അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് ഒരു വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പാർട്ടി അല്ലേ? ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ അത് ഇന്നേ ഒന്നഴിക്കത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഇത് രതീതേട്ടൻ്റെ ഒരു സ്വപ്നമായിരുന്നല്ലോ, ആ സ്വപ്ന സാക്ഷാത്കാരത്തെ കുറിച്ച്. സ്വപ്നോ അല്ലെങ്കിൽ ഇതെന്റെ ലക്ഷ്യമല്ല, ഇത് എനിക്കൊരു ടൂൾ മാത്രമാണ്. അത് ശരി. നമ്മളുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ആയുധമാണ്. അത് ശരി. അപ്പൊ അത് നമ്മൾ ഫലപ്രദമായിട്ട് പ്രയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു കെട്ടിടത്തെ സംബന്ധിച്ചിട്ടുള്ളൂ. പിന്നെ വീട് ഒരു സ്വപ്നം, സ്വപ്നം അതൊക്കെ സിമന്റ് കമ്പനിക്കാരുടെ പരസ്യമാണ്. ശരിക്കും അത് നമുക്ക് താൽക്കാലികമായിട്ട് ഇപ്പൊ ജോപ്പന്റെ കാര്യം ജോപ്പിന് നന്നായിട്ട് അറിയാം. ഒരു രാത്രി കിടക്കാനുള്ള സ്ഥലം എന്നുള്ളതിനെ കവിഞ്ഞ് വീടിനെ കുറിച്ച് വലിയൊരു അങ്ങനത്തെ ഒരു ആശയം നമ്മുടെ ജീവിത കഷ്ടപ്പാടുകൾ മുഴുവൻ എടുത്ത് പിന്നെ ലോൺ അടച്ച് ഉത്കണ്ഠയായി നമ്മള് മരിച്ചു എന്ത് ചെയ്യുന്നുള്ള ആ ഒരു ആലോചന വീടിനെ സംബന്ധിച്ച് പോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ പ്രാധാന്യം ഞാൻ ഈ കെട്ടിടത്തിന് പോലും കൊടുക്കും. പക്ഷെ ഒരു കൂട്ടായ്മ ഇവിടെ എപ്പോഴും കെട്ടിയിടുന്ന ഒരു കെട്ടിടവും കൂടെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട് 4 ചുവരിനുള്ളിൽ കെട്ടിയിടുന്ന ഒരു രീതിയാണ് കെട്ടിടത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഇത് വിട്ടു പോകേണ്ടവരാ. ഇല്ല, ഇവിടെ സ്ഥിരതാമസക്കാരല്ലോ. അല്ല, എന്തായാലും അല്ല. ഇത് വീട്ടിൽ നമുക്ക് കഴിയില്ല. ഇതിപ്പോ ഇപ്പൊ എനിക്ക് താമസിക്കാൻ പറ്റുന്ന കാലത്തോളം ഇവിടെ താമസിക്കാനൊന്നും ആഗ്രഹമില്ല, എനിക്ക് വിട്ടുപോകാനാണ്. അപ്പൊ ഇത് അത്രേ ഉള്ളൂ കെട്ടിടത്തിന്. ഇപ്പൊ ഇവിടെ എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? പരിപാടികള് പ്രധാനമായിട്ട് നമ്മുടെ കൂട്ടായ്മയുടെ കൂട്ടിയിരിപ്പ് സ്ഥലമാണ്. അതായത് ആ കൂട്ടായ്മയെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? വണ്ടേഴ്സ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്, വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ കൂട്ടായ്മ ഉണ്ട്. നമ്മളെ പാർട്ട്ണറായിട്ടുള്ള മുസൈബ ചെയ്യുന്നുണ്ട്, പിന്നെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൊമേഴ്സ്യലായിട്ടുള്ള സംഭവങ്ങളാണ് നേരത്തെ പറഞ്ഞ മിഡി ആംബിയൻസും ഫംഗ്ഷനൊക്കെ നടത്തി. പിന്നെ നമ്മൾ ശലഭമായി കുട്ടികളുടെ കലാവാസനകളും അവരുടേതായ ടാലന്റുകളും നമുക്ക് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇവിടെ വേറൊരു ക്യാമറമാൻ നടക്കുന്നുണ്ട് കേട്ടോ, ക്യാമറയായിട്ട് നടക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാ? ഒരു ഫാമിലി ഇപ്പം അത്യാവശ്യത്തിന് ഇവിടെ വന്നു, ഈ പ്രദേശത്ത് വന്നു, ഈ കറക്റ്റ് സ്പോട്ടിന്റെ ഏതാണ്? ഇത് മരുതിങ്ങൽ കരുവാരക്കുണ്ടാണ്. കരുവാരക്കുണ്ട് ഹയാത്ത് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലോട്ട് കയറണം അല്ലേ? റൈറ്റ് സൈഡിലോട്ട് പഞ്ചായത്തിന്റെ പേരാണ്. പഞ്ചായത്ത് ഇല്ല. അതെ. അപ്പോ ഇവിടുത്തെ ഏറ്റവും ടൗൺ എന്ന് പറയുന്നത് കിഴക്കത്തില. അവിടുന്ന് ഒരു 1 കിലോമീറ്റർ കുറവാണ് ദൂരം. പിന്നെ ഹയാത്ത് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് കയറുക. അതെ. അപ്പം മിഴിയിലോട്ടെത്താം. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ നമ്മൾ ഒരു റൂം വാടകയായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് 750 രൂപയാണ്. പിന്നെ ഓരോ അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ ആൾക്കാർക്ക് 100 രൂപ വെച്ചിട്ട്. അതെങ്ങനെയാണ് ഒരു റൂമിൽ എത്ര പേർക്ക് വരെയാണ് ഈ 750 ഉദ്ദേശിക്കുന്നത്? ഒന്നും ഞാൻ നോക്കാറില്ല. അല്ല വരുന്നവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇപ്പം ഇവിടെ ഒരു ഫാമിലിക്ക്, അതായത് ഒരു 4 പേർക്ക് വന്ന് താമസിക്കാനുള്ള ഒരു ഇത് പുറത്തൊക്കെ അതെ. പിന്നെ ആകാശം കണ്ട് കിടക്കേണ്ടവർക്ക് ഈ ഭാഗത്തും കിടക്കാം കേട്ടോ. ഇത് ഓപ്പൺ സ്പേസ് ആണ്. അതായത് പ്രകൃതിയെ ആസ്വദിച്ച് കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതും പ്രത്യേകം നോക്കുക, വെട്ടുകല്ലുകൊണ്ട് മാത്രം, അതായത് നമ്മുടെ കേരള തനിമയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടം, അല്ലാതെ ഒരു വീടായിട്ടോ അല്ലേ, അങ്ങനെ അല്ല. വീടിൻ്റെ ഒരു കൺസെപ്റ്റാണ്, എന്നാലും അതിൽ കൂടിയ എന്തോ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഞാനിവിടെ 2 ദിവസമായിട്ട് കിടന്നതാണ്. കാരണം എന്നെ വിളിച്ചു കൊണ്ടുവന്ന് കിടത്തിയ വ്യക്തിയാണ്. ഞാൻ കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് യാത്ര പോയതാണ്. പക്ഷേ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വരുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും, എൻ്റെ യാത്രയിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഇവരുടെ കൂട്ടായ്മയുമായിട്ട് എനിക്ക് സംവദിക്കാൻ സാധിച്ചു. അതും ഇപ്പം ഈ യാത്രയിലെ ഏറ്റവും
ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട്, കാരണം ഇനിയും സംവാദങ്ങൾ വരും. അതിൻ്റെ ഒരു തുടക്കമായിട്ട് അതിനെ ഞാൻ കാണുകയാണ്. അപ്പോൾ ചേച്ചി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എന്നെ ഒഴിവാക്കാൻ എനിക്കൊന്നും പറയാനില്ലെന്ന്. ആയിക്കോട്ടെ. ആ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടേഴ്സ് കിച്ചൺ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം ആവശ്യക്കാർക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിഫിൻ ബോക്സിലാക്കിയിട്ട് നമ്മൾ അതാത് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അതും നമ്മൾ എന്താണ് വീട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ കൊണ്ടാണ് പരമാവധി നോക്കാറുള്ളത്. ഇല്ലെങ്കിൽ കർഷകരുടെ നിന്ന് ശേഖരിച്ച്, ഇവിടെ തന്നെയുള്ള കർഷകരുടെ നിന്ന് ശേഖരിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പാചകം ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് ഉള്ള ഇതിന് സ്പെഷ്യൽ ചാർജോട് കൂടിയിട്ടും അതും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തകർ മുഴുവൻ വീട്ടമ്മമാരാണ്. എൻ്റെ അമ്മ ഉൾപ്പെടെ ഇതിൻ്റെ സഹകാരികളാണ്. നന്നായി പോകുന്നു. ഇനിയും വലുതാകണമെന്നാണ് ആഗ്രഹം. നുസൈബയുടെ നേതൃത്വത്തിൽ സംഗതികൾ ഉഷാറായി പോകുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പം ഒരു 10, 20, 25 ആൾക്കാർക്ക് ഒരു ഫംഗ്ഷൻ എന്തേലും വന്നു, വെളിയിൽ എന്തേലും ഒരു ഫംഗ്ഷൻ വന്നതാണ്, പക്ഷെ ഇവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹോട്ടൽ സൗകര്യം ഇല്ല, 25 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള. അപ്പൊ നിങ്ങൾക്ക് അതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ നിങ്ങളുടെ ഇടത്തില് ഈ ഫുഡ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പൊ ഫംഗ്ഷൻ മുഴുവൻ സമയം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ആ സമയവും കൂടി ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലഞ്ച് ബോക്സ്. മെയിൻ ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജോബം പറഞ്ഞ പോലെയാണ്, അതിനെ കാറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ സർവീസിന്റെ ഉദ്ദേശം. അപ്പൊ അതിന് എന്നാലും മുഴുവൻ സമയത്ത് അങ്ങനെയുള്ള ആളുകളോ അങ്ങനെയുള്ള ഫംഗ്ഷൻസോ ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള സമയമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ വർഗീസ് അച്ഛന്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയതാണ്. വർഗീസ് അച്ഛൻ പറഞ്ഞു ചൂടോടുകൂടി അവിടെ കൊടുക്കണം, എവിടെ ഉണ്ടാക്കണമെന്ന് അവർക്ക് കാണണം. നമ്മുടെ കിച്ചണിൽ വന്ന് അവർക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ക്ലീനിങ് ഇവിടെ എങ്ങനെയാണ് എല്ലാം ഹൈജീൻ ആണോ എന്നുള്ള ഒരു ഇത് മാത്രം. പിന്നെ ഇവിടെ മൊത്തം മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് അച്ചാച്ചൻ വലിയൊരു കർഷകൻ. അതെ അതെ, ഞാൻ കണ്ട് രാവിലെ തന്നെ തോട്ടത്തിലോട്ട് പോയിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇതിന്റെയൊക്കെ സൗകര്യങ്ങള് ആസ്വദിക്കാന്നുള്ളതാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടാണ് പ്രകൃതിയോട് ഇണങ്ങി കഴിയുക. ആ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയത് ഈ പച്ചപ്പ് തന്നെയാണ്. അതിന്റെ കാരണക്കാരൻ ഫാദർ തന്നെയാണ് അല്ലേ?